അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ അതിഥി മോട്ടോയുടെ സ്വന്തം മോട്ടോ G85 ആണ്. അതെ, ഈ ഒരു ഫോൺ ആദ്യമേ സ്പെസിഫിക്കേഷൻ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 695നെ പെയിന്റ് അടിച്ചിറക്കിയ 6S Gen 3 ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും സ്പെക്കിൽ ഉള്ള പോലെയാണോ റിയൽ ലൈഫിൽ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യണം, എനിക്കും ബോധ്യപ്പെടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യമേ അതിൻ്റെ അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഏതാ ബെല്ലൈക്കണൊക്കെ അമർത്തിക്കോ കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് വർഷങ്ങളായി. എനിവേ, സോ അൺബോക്സിങ്. സോ ആദ്യമേ തന്നെ നമ്മുടെ ഫോണുണ്ട്. ബുക്ക്, സിം ഇജക്ടർ ടൂൾ, 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. പെട്ടിയിലുണ്ട് കേട്ടോ. Type A to Type C കേബിൾ. അവസാനം നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരാം. സോ കവർ ഇട്ടായിരിക്കും സാധാരണഗതിയിൽ മോട്ടോയുടെ ഫോൺസ് വരാറ്. അപ്പോൾ TPU കേസ് ഉണ്ട് കേട്ടോ. കൊള്ളാം. സോ ഇതാണ് നമ്മുടെ ഫോൺ. ബാക്ക് പ്ലാസ്റ്റിക് ആണ്, കുഴപ്പമില്ല, നല്ലൊരു ഡിസൈനായിട്ട് തോന്നുന്നു. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സോ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്, ഫ്രണ്ട് ഇങ്ങനെ. സോ എല്ലായ്പ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ മോട്ടോ G85ൻ്റെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അതെ, ആത്മാവ് ഊറ്റി വിവരം നിങ്ങളെ ഞാൻ ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ ബിൽഡ് ആൻഡ് ഡിസൈൻ തുടങ്ങാം. ബിൽഡ് ആൻഡ് ഡിസൈനിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ, ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനാണ്, പ്ലാസ്റ്റിക് ബാക്കാണ്. ഇൻഹാൻഡ് ഫീൽ ഒരു രക്ഷയില്ല, തമാശയല്ല കേട്ടോ. ഇൻഹാൻഡ് ഫീൽ ചുമ്മാ പൊളിയാണ്. വളരെ സ്ലിമ്മാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. 172 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ 7.59 മില്ലിമീറ്റർ തിക്നെസ് ആണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഫ്രണ്ടിൽ കർവ് സ്ക്രീനാണ്. കംഫർട്ടബിൾ ആണെങ്കിലും തെന്നിപ്പോയി കഴിഞ്ഞാൽ ഹാർട്ട് ബ്രോക്കൺ ആവും. ഓഫ് കോഴ്സ് പേഴ്സും ബ്രോക്കൺ ആവും. അത് എപ്പോഴും തലയിൽ വെക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വോളിയം റോക്കേഴ്സ് ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. Type C പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇയർ പീസിൻ്റെ എവിടെയായിട്ട് ഒളിച്ചിരിപ്പുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫേസ് അൺലോക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് ഫൈൻ, കുഴപ്പമൊന്നുമില്ല. ഇനി ഫിംഗർ പ്രിന്റ് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ലാഗ് എന്നല്ല, ഇച്ചിരി ഒരു സ്ലോനെസ് ഫീൽ ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഈ ആനിമേഷൻ്റെ ആണെന്ന് തോന്നുന്നു. അതായത് ഇവരുടെ ആനിമേഷൻ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. ഫിംഗർ പ്രിൻ്റ് ആണ്, ആ ഒരു ഫീലാണ്. അതുപോലെ നല്ല ഇംപ്ലിമെൻറ്റേഷൻ, ഹാപ്റ്റിക്കൊക്കെ നല്ല ഇംപ്ലിമെൻറ്റേഷനാണ്. ആ വൈബ്രേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ സ്ലോനെസ് ഉണ്ട്. ബാക്കി ഫോണുകൾക്ക് ആ ഒരു ആനിമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പടപടാന്ന് വരും. ഇതിന് ഈ ഒരു ആനിമേഷനുള്ളതുകൊണ്ട് എനിക്കൊരു സ്ലോ ഫീൽ ചെയ്തു. അത് വേണമെങ്കിൽ കുറച്ചുകൂടി ഇവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആനിമേഷൻ മാറ്റുന്നതായിരിക്കും നല്ല. കാരണം ഫിംഗർ പ്രിൻറ്റ് പെട്ടെന്ന് വരിക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ സംഭവം നൈസാണ്, കാണാൻ രസമാണ്. അപ്പം ചെറിയൊരു സ്ലോ ഫിംഗർ പ്രിൻറ്റിലുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ചെക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ഡോൾബി അറ്റ്മോസ് പവേർഡ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയാണ്. ഈവൻ ക്വാളിറ്റി നൈസാണ്, ബേസ് ഒക്കെ നൈസാണ്. ഈ ഒരു ഭാഗത്ത് ഒരു 30% വോളിയേ ഉള്ളൂ. മീൻസ് അത്ര ഔട്ട്പുട്ടേ ഉള്ളൂ. ഒരു കൂടുതൽ 70 ഒക്കെ ഇവിടുന്ന് തന്നെ, താഴെ തന്നെ. പക്ഷെ എന്നാലും നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റിൽ കിടക്കാം, ഇതിന്റെ ഡിസ്പ്ലേ. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.67 ഇഞ്ചിന്റെ OLED കർവ്ഡ് ഡിസ്പ്ലേ ആണ്. LTPS 10-bit ഡിസ്പ്ലേ ആണ്. 1600 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ കുറെ ഐ കെയർ പരിപാടി സംഭവം അങ്ങനെയൊക്കെ സംവിധാനമൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദിസ് പ്രൈസ്. എനിക്കറിയാം ലാവയുടെ ഏതോ ഫോണിനകത്ത് നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, പക്ഷേ ഇതെന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് ലിസ്റ്റിലുണ്ട്. അടിപൊളിയാണ്, എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ ചിപ്സെറ്റിൻ്റെ ഒരു പ്രശ്നം മൂലം HDR സപ്പോർട്ട് ഇല്ല, കാരണം ചിപ്സെറ്റ് വീക്കാണ്. 6S Gen 3. പക്ഷേ സംഭവം ഡിസ്പ്ലേ ക്വാളിറ്റി നൈസാണ്. ബ്ലാക്സ് ഒക്കെ അടിപൊളി, കളേഴ്സൊക്കെ ചുമ്മാ തീയാണ്. ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് നിന്ന് മീൻസ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ചില ഫോട്ടോസ് മോശമാണെങ്കിൽ പോലും ഈ ഒരു ഫോണെ നമ്മൾ ആ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നും. അതാണ് വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ, അതായത്
ഇമാജിനറി സിറ്റുവേഷൻ കേട്ടോ, ഇതിനകത്ത് അങ്ങനെ ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്ക്രീൻ വിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതായത് സൺലൈറ്റിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണാം, ഒരു പ്രശ്നവുമില്ല. 120 Hz റിഫ്രഷ് റേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഉണ്ട് 60 ഉണ്ട് 120 Hz ഉണ്ട്. ഓട്ടോ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല, ഓട്ടോയ്ക്ക് ചെറിയൊരു ലാഗൊക്കെ ഉണ്ട്, അതായത് ഒരു ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ അത്യാവശ്യം ഫേസ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ലാഗ് ഫീൽ വരും. അപ്പോൾ 120 ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടും. ലൈക്ക് സ്മൂത്ത് ആനിമേഷനൊക്കെ ചുമ്മാ ദാറ്റ്സ് ഓൾ അടിപൊളിയാണ്. ഇതൊക്കെ ചില ബേസിക് ബഡ്ജറ്റ് ബ്രാൻഡുകൾ പഠിക്കേണ്ടതാണ്, ലൈക്ക് റെഡ്മി ആൻഡ് ഐക്യു ഉണ്ട്. എന്നാലും 15,000 രൂപയ്ക്കൊന്നും അവർ ഇതായിരുന്നില്ല. പക്ഷേ ഈ ഒരു സാധനം ഇപ്പോൾ 18 രൂപയ്ക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവരുടെ ആരുടെയും ഫോണിനകത്ത് ഞാൻ കണ്ടില്ല. റിയൽമിയുടെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അനിമേഷൻസ് ഒക്കെ നൈസാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രൊസസറിനെ പറ്റി സംസാരിക്കാം. ഐ മീൻ ചിപ്സെറ്റ്. Qualcomm Snapdragon 6s Gen 3 ചിപ്സെറ്റ് ആണ്. LPDDR4X UFS 2.2 ആണ്. 6s Gen 3 is basically 695 ഓവർക്ലോക്ക്ഡ് വെർഷൻ ആണ്. 695 എനിക്ക് വളരെ ഇഷ്ടമില്ലാത്തൊരു ചിപ്സെറ്റുകളിൽ ഒന്നാണ്. എന്നാൽ പോലും ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് വെച്ച് എനിക്ക് അങ്ങനെ കൂടുതൽ പരാതികളൊന്നുമില്ല. നോർമൽ ടാസ്കിൽ നമുക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ വരും. ഇവൻ റെസ്പോൺസീവ് ആണ്, ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ വലിയ കുഴപ്പമില്ല. മോട്ടോ നല്ല രീതിയിലാണ് പണിയെടുക്കുന്നത്. ഒപ്റ്റിമൈസേഷൻ അതുമല്ല, ഇതിൻ്റെയൊക്കെ ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ആണ് എനിക്ക് കൂടുതൽ ഹൈലൈറ്റ് ആണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു, കാരണം എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിലൊന്നും ഒരു വിഷയമില്ല. ഇനിയിപ്പോൾ AnTuTu സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 4,74,971 ആണ്. Geekbench സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 937 സിംഗിൾ കോർ സ്കോറിലും 2110 മൾട്ടി കോർ സ്കോറും കിട്ടുന്നുണ്ട്. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 84% ആണ് 15 മിനിറ്റിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. 84% ഈസ് ഫൈൻ, അത്രേ ഉള്ളൂ. ഗ്രീൻ ഗ്രാഫ് ആണ്. പക്ഷേ 695 ഭയങ്കര സ്റ്റേബിൾ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ 6s Gen 3 വരുമ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി ആദ്യമേ തന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ഈൽഡിന്റെ ഒരു സംവിധാനം ഉണ്ട് എനിക്കറിയാം. അപ്പം ഇത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആകണം, എന്നാലും വലിയ പ്രശ്നമില്ല. അത് ഗ്രീൻ ഗ്രാഫ് ആണ്. കൂടുതൽ അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനും പോകുന്നില്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. സോ ഇറ്റ്സ് ഫൈൻ. ഇനി ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് BGMI കളിക്കാം. BGMI നമുക്ക് Adreno 690 GP ആയതുകൊണ്ട് തന്നെ BGMI നമുക്ക് സ്മൂത്ത് അൾട്രയെ കളിക്കാം. 40 FPS HD ഹൈ ആണെന്ന് തോന്നുന്നു. 40 FPS ഫ്രെയിം റേറ്റ്സ് നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് 40 ഫ്രെയിം റേറ്റ്സ് പരമാവധി കീപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചെറിയൊരു ഡ്രോപ്സ് ഒക്കെ ഉണ്ടാവുമെങ്കിലും പോലും സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിന്റെ ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പ്ലേയബിൾ ആണ്, വളരെ നൈസായിട്ട് പ്ലേ ചെയ്യും. കുറേ നേരം കളിച്ചു നോക്കി ഹീറ്റിംഗ് ഒന്നും അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. വാമാവും, എല്ലാ ഫോൺ പോലെ വാമാവും. അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഒന്നും ഫേസ് ചെയ്തില്ല. പിന്നെ ഗെയിമിങ്ങിനുള്ള ഫോണല്ലത്. ഗെയിമിങ്ങിന് നിങ്ങൾക്ക് വേറെ പല ഓപ്ഷൻസ് ഉണ്ട്. Z9 അല്ലെ Z9X IQൻ്റെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ആയിട്ട് വേറെ ഫോൺ, അല്ലെങ്കിൽ ഇവിടെ തന്നെ പോക്കോയുടെ ഫോൺസ് ഇൻഫിനിക്സ് 25 സംതിങ്ങിലുണ്ട്, പോക്കോ X6 സംതിങ് ഉണ്ട്. X6 അതെ, പേര് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എനിവേ, അപ്പോൾ ഇങ്ങനത്തെ ഫോൺസ് ഗെയിമിങ് നോക്കാം. പക്ഷേ ഇത് കാഷ്വൽ ഗെയിമിങ്, ചെറിയ ഗെയിമിങ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹൈലി റെക്കമെൻഡബിൾ അല്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റിലേക്ക് കിടക്കാം, ക്യാമറ. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ പൊളിച്ചു പോയത് ഞാൻ. 50 മെഗാപിക്സലിലെ സോണിയുടെ ലിഥിയ 600 സെൻസറാണ്. 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ഉണ്ട്. പ്രഹസനമൊന്നുമില്ല, വളരെ സന്തോഷം. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിലെ ഫ്രണ്ട് ക്യാമറയാണ്. ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ അടിപൊളി ക്യാമറയാണ്, അടിപൊളി ക്യാമറ. അതെ, അതെൻ്റെ വായിന്ന് എനിക്ക് പറയാൻ സത്യം പറയാൻ മടിയായിരുന്നു. കാരണം 695 ചിപ്സെറ്റ് അല്ലെ 6s Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ച് ഇവർ ഈ ഔട്ട്പുട്ട് എങ്ങനെ എടുത്തെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. കാരണം വീക്ക് പ്രോസസ്സറാണത്, വീക്ക് പ്രോസസ്സർ. ISP പോലും വീക്കാണ്. അതായത് ഒരു പ്രോസസ്സറിന് ഒരു ചെറിയൊരു കൈയുണ്ട് ഫോട്ടോ വരുന്നതിൽ, അത് വീക്കായിട്ട് കൂടെ അവരുടെ സോഫ്റ്റ്വെയർ പ്രോസസ്സിങ്ങിലാണ് ഇവർ പിടിച്ചേക്കുന്നത്. ഇനി കൂടുതൽ തള്ളാനില്ല, ശരിയാണ്, പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഇനി ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നൈസ് ഫോട്ടോസ് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഡേ ലൈറ്റ് കണ്ടീഷനിൽ നൈസ് ഫോട്ടോസ് കിട്ടും. അതായത് ഇപ്പോൾ നോർമൽ മോഡ്, അതേപോലെ തന്നെ അൾട്രാ വൈഡും, അതേപോലെ തന്നെ 50 മെഗാപിക്സലും. 50 മെഗാപിക്സലും നോർമൽ നൈസ് ഫോട്ടോസാണ് കിട്ടുന്നത്. അൾട്രാ വൈഡ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ കുറച്ച് കൂടുതൽ ഫോട്ടോസാണ്. അതായത് കളർ ഷിഫ്റ്റ് നന്നായിട്ടുണ്ട്, പക്ഷേ സാച്ചുറേറ്റഡ് ഫോട്ടോസാണ് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇഷ്ടപ്പെടും. കാരണം നല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ ആയിരിക്കും, പക്ഷേ അത്രയ്ക്ക് സാച്ചുറേഷൻ്റെ കാര്യമില്ല. പിന്നെ 8 മെഗാപിക്സലിനെ വെച്ച് ഞാൻ ഓക്കെ എന്ന് പറയും, പക്ഷെ അത്രയ്ക്കും സാച്ചുറേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ നോർമൽ ഫോട്ടോസ് ചുമ്മാ പൊളി. അതായത് നോർമലും 50 മെഗാപിക്സലും നൈസാണ്. ഞാൻ നിങ്ങളെ ഷോട്ട്സ് കാണിച്ചു തരാം. ഇത് നോർമലാണ്, ഇത് അൾട്രാവൈഡ് ആണ്, ഇത് 50 മെഗാപിക്സലാണ്. ഇത് നോർമലാണ്, ഇത് 50 മെഗാപിക്സലാണ്. എല്ലാം നൈസ് ഫോട്ടോസാണ്. ഇനി പോർട്രേറ്റ്സിലേക്ക് നോക്കിയാൽ പോർട്രേറ്റ്സും അത്യാവശ്യം നൈസ് ഫോട്ടോസാണ്. ബ്ലറൊക്കെ ഫൈനാണ്. നല്ല കളർ പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞ ഇച്ചിരി അൾട്രാവൈഡ് ഭയങ്കര സാച്ചുറേറ്റഡ് ആണല്ലോ, ഇത് കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് പോയിന്റ് ആണ്. ഞാൻ നാച്ചുറൽ ടോൺ എന്ന് പറഞ്ഞില്ല, പക്ഷേ സ്ലൈറ്റ്ലി സാച്ചുറേറ്റഡ് ആണ്. സംടൈംസ് എഡ്ജ് 50 ഫ്യൂഷനിൽ നിന്ന് വന്ന ഫോട്ടോസ് പോലെ എനിക്ക് ഇതിനകത്ത് നിന്ന് ഫീൽ ചെയ്യുന്നു. അത്രയ്ക്ക് നൈസായിട്ട് തോന്നി. ഇനി ഹ്യൂമൻ ഫോട്ടോസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ഫോട്ടോസിനകത്ത് വളരെ റെയർ ആയിട്ട് എനിക്കൊരു ഫോട്ടോ കിട്ടി. അതായത് നല്ല ഹാർഷ് ലൈറ്റിംഗ് ആയിരുന്നു. എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫുൾ ഇരുണ്ടുപോയി, അതായത് സബ്ജക്റ്റ് ഇരുണ്ടുപോയി. അപ്പോൾ ലൈറ്റ് ബാലൻസിങ് ചില ഹിറ്റ് ആൻഡ് മിസ് സിറ്റുവേഷൻസ് വരാം. ചിലപ്പോൾ 10 ഒരു 8 എണ്ണം
കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 എണ്ണം പോകും. അപ്പം പിന്നെ റെയർലി ഡൈനാമിക് റേഞ്ചിൽ ചില സമയത്ത് സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പം ചെറിയൊരു മോശം വന്നെന്നിരിക്കാം, വളരെ റെയറാണ്. അതേപോലെ തന്നെ നമ്മൾ ഒളിച്ചു പോകുന്ന ചില ഫോട്ടോസും ഉണ്ട്. അതായത് വ്യൂ ഫൈൻഡറിൽ വളരെ ആവറേജ് ആയിട്ട് നിന്നൊരു ഫോട്ടോ, ഞാനൊരു പോർട്രേറ്റ് ഫോട്ടോ എടുത്തു, വ്യൂ ഫൈൻഡർ കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ കറങ്ങി കാണിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ ഫോൺ പ്രോസസ്സായി വന്നപ്പോൾ ഞാൻ തന്നെ അത് അതിശയിച്ചു പോയി. കാരണം ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സെറ്റായി, അതായത് ബാക്ക്ഗ്രൗണ്ട് തിരിച്ചു വന്നു, ബ്ലോൺ ഔട്ട് ആയ പോർഷൻ എല്ലാം പോയി, ലൈറ്റ് എല്ലാം മെയിൻറ്റെയിൻ ആയി, കണ്ണ് തള്ളിപ്പോയി. അത്രയ്ക്ക് നല്ല ഫോട്ടോ ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ പ്രൈസ് വെച്ച് കണ്ണ് തള്ളിപ്പോകുന്ന കേട്ടോ. ഇനി വിചാരിക്കരുത് ഐഫോണിനെല്ലാം ബെറ്റർ ആണ്, അത്രയ്ക്കൊന്നുമില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നോർമൽ യൂസർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ക്യാമറയുടെ വലിയൊരു രീതിയിൽ ചിന്തിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുള്ളൂ. കാരണം അതാണ് എൻ്റെ ഒരു ഷ്യൂരിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമൻ സബ്ജക്ട്സ് നന്നായിട്ട് എൻ്റെ സ്കിൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ എടുത്ത് നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 0.25 ചിലപ്പോൾ ഒരു റെഡ് ടോൺ പോയിന്റ്, അതും ചില കേസിൽ മാത്രം. അത് നിങ്ങൾക്ക് തോന്നിയോന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എനിക്ക് എടുത്ത് പറയാൻ അതൊക്കെ പറയാനുള്ളൂ, അല്ലാതെ അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അല്ലാതെ മിക്ക സമയത്തും സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല, അതായത് നമുക്ക് കാണാൻ കൊള്ളാം എന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഈവൻ സ്കിൻ ടോൺസിൽ എനിക്കും അങ്ങനെ പരാതിയില്ല. പിന്നെ എടുത്ത് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചെറുതായിട്ട്, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞില്ല എന്ന് പറയണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ്. പിന്നെ നൈറ്റ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോസ് നൈസാണ്. അതായത് ഇവരുടെ പ്രോസസ്സിങ്ങിന് ശേഷം നൈറ്റ് ഫോട്ടോസ് നൈസാണ്. അതായത് മോട്ടോ ശരിക്ക് ഇമ്പ്രൂവ് ആയി. ക്യാമറ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ഓഫ് മോട്ടോ. സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ആയി മോട്ടോയുടെ. ഇത്ര നാൾ പരാജയം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മോട്ടോ ക്യാമറയുടെ കാര്യത്തിലാണ് ഇപ്പം ഫസ്റ്റ് നിൽക്കുന്നത്. അറ്റ്ലീസ്റ്റ് വേ ബെറ്റർ ഇമ്പ്രൂവ്. പെർഫെക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സെൽഫി ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ സെൽഫി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ല സെൽഫി ക്യാമറ, 32 മെഗാപിക്സൽ എല്ലാ അഡ്വാൻറ്റേജും ഉണ്ട്. സെൽഫി ക്യാമറ നൈസാണ്. അപ്പോൾ ക്യാമറ ഓവറോൾ ഞാനൊരു ഗുഡ് ടു വെരി ഗുഡേ കൊണ്ടുവെക്കും. എക്സലൻ്റെ വെക്കത്തില്ല, ഗുഡ് ടു വെരി ഗുഡ്. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഗുഡ്. IQ Z9 കമ്പയർ ചില കേസിൽ ഇത് ബെറ്റർ ആയിട്ട് പറയപ്പെടുന്നു. അതേപോലെ തന്നെ ഞാൻ നോക്കിയിട്ട് ഇത് നൈസാണ്. അതായത് അണ്ടർ 20K നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ക്യാമറ ഫോൺ കൂടാണ് ഇത്. ഇനി ക്യാച്ച് ഉണ്ടോന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല, 1080p ക്യാപ്ഡ് ആണ്, 2 സൈഡിലും, റെയറിലും ഫ്രണ്ടിലും. സോ ഇതാണ് മോട്ടോ G85 റെയർ വീഡിയോ ഫുട്ടേജ്. സ്റ്റേബിളാണ്, അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള ഫുട്ടേജാണ്. OS-ൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 4K സപ്പോർട്ട് ചെയ്യുന്ന സെൻസർ ആണെങ്കിൽ പോലും ഇവരത് ക്യാപ്പ് ചെയ്ത് വെച്ചൊക്കെയാണ്, ചിപ്പ് സെറ്റിൻ്റെ പ്രശ്നം കാരണം. എനിവേ ഇറ്റ്സ് ഫൈൻ, അത്രേ ഉള്ളൂ. അപ്പോൾ റെയർ വീഡിയോ ഫുട്ടേജ് ഇങ്ങനെയൊക്കെയാണ്, ഇറ്റ്സ് ഫൈൻ, അത്രേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ മോട്ടോ G85ൻ്റെ സെൽഫി വീഡിയോ റെക്കോർഡിങ്. സോ ആക്ച്വലി കളേഴ്സൊക്കെ അത്യാവശ്യം നൈസായിട്ട് തോന്നുന്നു. ഈവൻ സ്റ്റെബിലൈസേഷൻ ചെറിയ രീതിയിലുള്ളൊരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഓവറോൾ ക്വാളിറ്റി എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ തോന്നി. പിന്നെ സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓക്കെ ഫൈനാണ്. സെൽഫി വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ക്യാമറ ഓവറോൾ ഗുഡ് ആണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയറിനെ പറ്റി നോക്കാം. Hello UI ബേസ്ഡ് ഓൺ Android 14 ആണ്. ആദ്യമേ ചെറിയൊരു നെഗറ്റീവ് തുടങ്ങാം. ബ്ലോട്ട്വേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 7 ബ്ലോട്ട്വേഴ്സ് ഉണ്ട്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഏറെക്കുറെ ഒരു 9 ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ മോട്ടോ നിർബന്ധിച്ചു. അതായത് ഷവോമി, ഈ പറഞ്ഞ പോലെ റിയൽമി, IQ തുടങ്ങിയ ബ്രാൻഡുകൾ കാണിക്കുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് സ്കിപ്പ് അടിച്ചിട്ട് കൂടെ എനിക്ക് ബോൾ സോർട്ട് പസിൽ, ബ്ലോക്ക് ബ്ലാസ്റ്റ്, X2 ബ്ലോക്സ്, ക്യാരം ഡിസ്ക് പൂൾ, ബ്രെയിൻ ടെസ്റ്റ് 3 തുടങ്ങിയ തലച്ചോറ് സംബന്ധമായിട്ടുള്ള കുറേ ഗെയിംസുകൾ ഉൾപ്പെടെ എനിക്ക് അവന്മാർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. അപ്പോൾ ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാം. ഫേസ്ബുക്ക്, ലിങ്ക്ഡിനും പിന്നെ കൂടപ്പുറപ്പായതുകൊണ്ട് കൂടെ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഞാൻ കണ്ടില്ല, എന്നെ പറ്റിയ നേരത്തിൽ ബന്ധം ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. എനിവേ, അപ്പം ബ്ലോട്ട്വേഴ്സ് കൂടി മോട്ടോ ചെറുതായിട്ട് വ്യതിചലിക്കുന്നുണ്ട്. ചിലപ്പോൾ ബഡ്ജറ്റിൽ സോഫ്റ്റ്വെയർ പ്രൈസ് ഒക്കെ കുറയ്ക്കാനാവാം. അപ്പോൾ അതിന് സോഫ്റ്റ്വെയർ കുറച്ച് കോംപ്രമൈസ് ചെയ്യുന്നതാവാം. അൺഇൻസ്റ്റാൾ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഇനീഷ്യൽ സെറ്റപ്പിൽ ഞാനിത് കണ്ടു. ഇത് തുടരുന്നത് ഒരു പരിധിക്കൊക്കെ കുഴപ്പമില്ല, കാരണം പ്രൈസ് വെച്ച് ഓക്കെ. പക്ഷേ ഒരു പരിധിയിൽ കൂടരുത്. റിയൽമി, റെഡ്മി, IQ ഒക്കെ കാണിക്കുന്ന പോലെ ചെയ്യരുത്. ഹോട്ട് ഗെയിംസ് ഒന്നും കൊണ്ടുവരുത്. ഞങ്ങൾക്ക് കൂടുതൽ ഹോട്ടാക്കാൻ താല്പര്യമില്ല. അല്ലാത്ത രീതിയിലൊക്കെ കൊള്ളാം. ബാക്കി സോഫ്റ്റ്വെയർ ഈസ് വെരി ഗ്രേറ്റ്. ബഗ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓരോ സ്ഥലത്തും ഹാപ്റ്റിക് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് വെരി ഗുഡ്. ഈവൻ ടാസ്ക് മാനേജറിലൊക്കെ നമ്മളിങ്ങനെ തട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ആപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ ടിക് 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 അടിക്കും. അത്രയ്ക്ക് നല്ല ഹാപ്റ്റിക് എഞ്ചിനാണ്.
സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ നൈസാണ്. ഐക്കൺ പാക്സ് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പേഴ്സണലൈസേഷനും ചെയ്യാം. അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എല്ലാവർക്കും വെറുപ്പാണ്, പക്ഷേ ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടും, കാരണം അത്രയ്ക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. പ്രശ്നങ്ങളില്ലെന്നല്ല കേട്ടോ, പ്രശ്നങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇനി അയ്യോ ഇവൻ തന്നെ അതള്ളാന്നൊക്കെ വിചാരിക്കും, പക്ഷേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നോർമലി നമുക്ക് നോക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നില്ല. എനിക്ക് സോഫ്റ്റ്വെയർ ആക്ച്വലി ഇഷ്ടപ്പെട്ടു. സോ നൈസ് സോഫ്റ്റ്വെയർ. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ സെൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സെൻസേഴ്സും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി നൈസ് ആണ്. 5G പ്ലസ് കാണിക്കുന്നുണ്ട്, ചില സമയത്ത് പ്ലസും കാണിക്കാറുണ്ട്. എനിവേ സംഭവം കൊള്ളാം. ജിയോയിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് 5G പ്ലസ് കാണിക്കുന്നുണ്ട്. ഫൈനലി ബാറ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയും 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ആദ്യമേ ഫാസ്റ്റ് ചാർജറിനെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്. 8% ഞാൻ ഈ ഒരു ഫോൺ കുത്തിയിട്ടു ഇവരുടെ ചാർജറെ. ഏറെക്കുറെ 1 മണിക്കൂർ 39 മിനിറ്റിന് ശേഷമാണ് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ആയത്. 1 മണിക്കൂർ 39 മിനിറ്റ് 33 വാട്ടിന് എനിക്ക് അത്ര യോജിപ്പ് തോന്നുന്നില്ല. കാരണം റിയൽമി ഞാൻ മേടിച്ച സമയത്ത് എൻ്റെ റിയൽമി XT-ക്കകത്ത് 20 വാട്ട്സിന്റെ ചാർജർ 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് 4000 mAh ഫുൾ ചാർജ് ആക്കുമായിരുന്നു. കമ്പയർ ചെയ്യുമല്ല, ചില ഫോണുകൾ 33 വാട്ട്സ് അല്ല 35 വാട്ട്സ് 30 വാട്ട്സ് കൊണ്ട് ചില ഫോണുകൾ 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആകാറുണ്ട്. 5000 mAh. ഈവൻ CMF എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഐക്യൂൻ്റെ ചാർജർ വെച്ച് ഇതിനേലും ഫാസ്റ്റായിട്ട് ചാർജായി. അപ്പോൾ ഈ 33 വാട്ട്സ് ഇനി ക്യാപ്പ് ചെയ്തതാണോ എനിക്കറിയില്ല, പക്ഷേ 1 മണിക്കൂർ 39 മിനിറ്റ് കൂടുതലാണ്. അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ? അത് ഇങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാറ്ററി ബാക്കപ്പ് ഈസ് ഫൈൻ. ഈ ഡിസ്പ്ലേ 120 Hz ആക്കുമ്പോൾ ഇച്ചിരി പറയും. പിന്നെ ഇത് കുറച്ചുകൂടെ കൺസപ്ഷൻ കൂടിയ ഡിസ്പ്ലേ ആണ്. ഡാർക്ക് മോഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. 6 to 7 hours ഈസ് ഫൈൻ. 1 day ഈസ് ഫൈൻ. ബാറ്ററി ബാക്കപ്പ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിപ്സെറ്റ് ഞാൻ പറയാം, അത്രയ്ക്ക് പവർഫുൾ അല്ലാത്തതുകൊണ്ട് തന്നെ ബാറ്ററി നിൽക്കും. 1 day ഈസ് ഫൈൻ. സോ ബാറ്ററി ബാക്കപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ വലിയ വിഷയം തോന്നത്തില്ല. എല്ലാവരും ഈ ഡിസ്പ്ലേയിലേക്കാണ് ഫോൾ ഇൻ ലവ് ആയി പോകുന്നത്. കാരണം ഞാൻ കേർവ്ഡ് അങ്ങനെ പ്രിയപ്പെടുന്ന ഒരാളല്ല, പക്ഷേ ദിസ് ഈസ് എഡ്ജ് 50 ഫ്യൂഷൻ പോലെ. അത് രണ്ടും എനിക്ക് യൂസ് ചെയ്യാൻ ഒരു വേറെ ഫീലാണ്. ഇപ്പം ഓരോ ആപ്പ് യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. പക്ഷേ താഴെ വീട് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് 10,000 ചിലവാകും. ഇനി ഫൈനലി പ്രൈസിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 18,000 ആണ്. 17,999. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് എ ഗുഡ് ഫോൺ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വർത്താണ്. ഇത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ വർത്താണ്. നിങ്ങൾക്ക് 4K റെക്കോർഡിംഗ് കിട്ടത്തില്ല, പെർഫോമൻസ് നിങ്ങൾക്ക് ഡീസെന്റ് ലെവൽ കിട്ടും. ഇതിനേലും പെർഫോമൻസ് കൂടിയുള്ള ഫോണുകളുണ്ട്. IQ Z9X ഇച്ചിരി പ്രൈസ് കുറഞ്ഞ ഫോൺ ഇതിനേലും ഇച്ചിരി ബെറ്റർ പെർഫോമറാണ്. ഈവൻ Narzo 70 Pro ഇച്ചിരി ബെറ്റർ പെർഫോമറാണ്. ക്യാമറയുടെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, രണ്ടും സോണിയാണ്. സോ ക്യാമറ ഏറെക്കുറെ എല്ലാം ബാലൻസ് ആണ്, പക്ഷേ സോഫ്റ്റ്വെയർ വെച്ച് ഇത് സ്ട്രോങ്ങർ ആണ്. CMF-ഉം ഇത് സ്ട്രോങ്ങർ ആണ്. CMF-നേലും കുറച്ചുകൂടെ പ്രിഫേർഡ് ഇതാണ് സോഫ്റ്റ്വെയർ വെച്ച്. ഓവറോൾ ഞാൻ പറഞ്ഞില്ല, ക്യാമറയിൽ 4K ഇല്ല, പെർഫോമൻസ് ഡീസെന്റ് ആണ്. മീൻസ് ലാഗ് ഒന്നും വരത്തില്ല. ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. പിന്നെ 2000 രൂപ കൊടുത്ത് IQ Z9 വേറൊരു ലീഗിലാണ്. സോഫ്റ്റ്വെയർ ഒഴിച്ച് IQ Z9 കുറച്ചുകൂടെ സോഫ്റ്റ്വെയറും ക്യാമറയുടെ ചില പോയിന്റ് വെച്ച് കുറച്ചുകൂടെ മേളിലായിരിക്കും Z9. ബാക്കി കുറേ പോയിന്റ് വെച്ച് ഇതായിരിക്കും. സോ ഇതെൻ്റെ റെക്കമെൻഡബിൾ ഒരു ഓൾറൗണ്ടർ ഫോണാണ്. ഹൈലി റെക്കമെൻഡബിൾ ഓൾറൗണ്ടർ ഫോണാണ്. പിന്നെ ഓഫ് കോഴ്സ് മോട്ടോ ആണ്, സർവീസ് മോശമാണ്. എല്ലാവർക്കും എല്ലാ ബ്രാൻഡുകൾക്കും എല്ലാം ശരിയായി വരത്തില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല. അത് മോട്ടോ തന്നെ ചെയ്യണം. ശരിയാണ്, സർവീസ് മോശമാണ്, ഫോൺ നല്ലതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാൻ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും